കാഞ്ഞൂർ പുണ്യാളൻ വിളിച്ചു വിളിക്കേട്ട പുണ്യാളനായി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലം. കീഴടക്കിയ പ്രദേശങ്ങളിലെ പള്ളികളും അമ്പലങ്ങളുമെല്ലാം തകർത്ത് മുന്നേറുകയായിരുന്നു സൈന്യം. 1790-ൽ സുൽത്താൻ കാഞ്ഞൂരിലുമെത്തി. പള്ളി പൊളിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത്ഭുത സിദ്ധികളെപ്പറ്റി സുൽത്താനോട് പറഞ്ഞു. വിശ്വാസികളുടെ ഏക ആശ്രയമായ പള്ളി പൊളിക്കരുത് എന്ന് അവർ കേണപേക്ഷിച്ചു. പക്ഷേ സുൽത്താൻ അവരുടെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. ഓ, ഈ കളിമൺ പ്രതിമയ്ക്ക് അത്ര ശക്തിയുണ്ടോ? എന്നാ പുണ്യാളൻ നേരിട്ട് വന്ന് പറയട്ടെ, അപ്പോ നോക്കാം. സുൽത്താന്റെ മറുപടി കേട്ട് വ്യാകുലപ്പെട്ട ഇടവകയിലെ ജനങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കരുണാമയനായ കാഞ്ഞൂർ പുണ്യാള, നിന്റെ നാടിനെയും പള്ളിയെയും കാത്തോളണേ. അന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു. കാഞ്ഞൂർ ഗ്രാമം ഉറങ്ങിക്കിടന്നപ്പോൾ പെരിയാറിലെ ജലനിരപ്പ് മെല്ലെ ഉയർന്നു. നദീതീരത്ത് തമ്പടിച്ചിരുന്ന സൈന്യത്തിന്റെ കൂടാരങ്ങളിലേക്ക് വെള്ളം കയറി. സുൽത്താന്റെ പടക്കോപ്പുകളെല്ലാം വെള്ളത്തിലായി. ഉറങ്ങിക്കിടന്നിരുന്ന സുൽത്താൻ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. കൂടാരത്തിന് പുറത്ത് പള്ളിയുടെ മുകളിൽ നിന്ന് വരുന്ന ദിവ്യപ്രകാശം അദ്ദേഹത്തിന്റെ കണ്ണു മഞ്ഞളിപ്പിച്ചു. സുൽത്താൻ അത്ഭുതത്തോടെ പുറത്തേക്ക് വന്നു. എന്താ, നീ ഞങ്ങളെ സമാധാനമായി ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അങ്ങനെ ഒരു അശരീരി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുരൂപത്തിൽ നിന്നും അദ്ദേഹം കേട്ടു. അതോടെ മനസ്സുമാറിയ ടിപ്പു സുൽത്താൻ പള്ളി പൊളിക്കണമെന്ന തീരുമാനം ഉപേക്ഷിച്ച് മൈസൂരിലേക്ക് മടങ്ങി. പള്ളിയുടെ മുൻവശത്തുള്ള ആനവാതിലിന്റെ ഇരുവശത്തുമായി ടിപ്പുവിന്റെ പടയോട്ടത്തെ കുറിക്കുന്ന ചിത്രങ്ങൾ ഇന്നും കാണാം. വിളിച്ചു വിളിക്കേട്ട കാഞ്ഞൂർ പുണ്യാളന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി 19, 20 തീയതികളിൽ നടത്തപ്പെടുന്നു. ജാതി മതഭേദമന്യേ ജനങ്ങൾ പങ്കെടുക്കുന്ന നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഉത്സവമാണ് ഇത്.